അടുത്തതായിട്ട് ഇത് എത്തേണ്ടത് പുറക്കാടാണ്. പുറക്കാട് നിന്ന് പുന്നപ്രയിലേക്ക് എത്താനുള്ള ദൂരം നോക്കുമ്പോൾ 10 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 10 കിലോമീറ്റർ താണ്ടണമെങ്കിൽ ഇനിയും ഇങ്ങനെയാണ് ഈ വിലാപയാത്ര വരുന്നത് എങ്കിൽ ഇനിയും മണിക്കൂറിലെടുക്കും, 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞെടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ജനപ്പെരുപ്പം അത് ഇനിയും കൂടും, ഈ മനുഷ്യർ ഇനിയും കാത്തു നിൽക്കും. മാത്രമല്ല അവർക്ക് വേണ്ടി എത്രയോ ഓരോരുത്തരുടെയൊക്കെ പ്രതികരണം നമ്മൾ കേൾക്കുകയല്ലേ സഹീന. ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 80 വർഷമായിട്ട് ആ മനുഷ്യൻ വെയിലും മഴയും ഒക്കെ കൊള്ളുന്നു. അങ്ങനെയുള്ള ഒരാളിന് അവസാന യാത്ര നൽകാൻ ഞങ്ങൾ 2 മണിക്കൂർ കാത്തു നിന്നാൽ എന്താ, 3 മണിക്കൂർ കാത്തു നിന്നാൽ എന്താ, ഞങ്ങളൊന്നും മഴ നനഞ്ഞാൽ എന്താ? ഈ വാക്കുകൾ തന്നെയാണ് കേരളം അങ്ങോളം ഇങ്ങോളം കേട്ടുകൊണ്ടിരിക്കുന്നത് സഹിൻ. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. ഇവർ പറയുന്നത് പോലെ തന്നെ തങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവൻ, തങ്ങൾക്ക് വേണ്ടി വെയിൽ കൊണ്ടവൻ, തങ്ങൾക്ക് വേണ്ടി മഴ കൊണ്ടവൻ, ആ VS വേണ്ടി അവസാനമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കാം. ഈ ചേച്ചിയൊക്കെ VS കൊടുക്കാൻ അവസാനമായി സമർപ്പിക്കാൻ റോസാപ്പൂവുമായാണ് വന്ന് നിൽക്കുന്നത്. കുറേ നേരമായോ വന്നിട്ട്? അതെ, മണിക്കൂറുകളായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ ചങ്കെടുപ്പാണ്. ഞങ്ങളുടെ പ്രിയ നേതാവിന് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി എത്ര മണിക്കൂർ കാത്തു നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. എത്ര നേരം എത്ര വേണമെങ്കിലും VS വേണ്ടി ഞങ്ങൾ നിൽക്കുക, കണ്ടിട്ടേ പോകത്തുള്ളൂ. ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ നേതാവാണ്. ആ വാക്കുകൾ കൃത്യമാണ് സേതു. അതായത് ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ ചങ്കിടിപ്പായിരുന്നു VS. അതുകൊണ്ട് തന്നെ VS വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ വിളിച്ചു പറയുകയാണ്. സേതു, ഈ ക്യൂ ഇതിങ്ങനെ നീളുകയാണ്. ഞാൻ രാവിലെ 7 മണി 7:00 എത്തിയപ്പോൾ 1 കിലോമീറ്ററോളമായിരുന്നു ആ ക്യൂ എങ്കിൽ നമ്മൾ VS വീട്ടിൽ നിന്നും നടന്നു വന്നു കഴിഞ്ഞു. ഇതിപ്പോഴും തീരുന്നില്ല. ആ ക്യൂ വലിയ ക്യൂ ആണ്. കാരണം ഈ VS കൃത്യം 10 മണിയോടുകൂടി VS മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോഴും സാധ്യമല്ല എന്നുള്ളതാണ്. ഇനിയും സേതു സൂചിപ്പിച്ചതുപോലെ 1.5 മണിക്കൂറുകൾ ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അതൊരു പ്രശ്നമില്ല. തങ്ങളുടെ VS വേണ്ടി എത്ര നേരം വേണമെങ്കിലും തങ്ങൾ കാത്തു നിൽക്കാം. പക്ഷേ VS കാണാതെ തങ്ങളാരും മടങ്ങില്ല. VS വേണ്ടി മാത്രമാണ് തങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ പുന്നപ്രായിലെ ഈ വീട്, ഈ പറവൂരിലെ ഈ വീട്, വേലിക്കകത്ത് വീട്, അത് കേരള സമരത്തിൻ്റെ മുഖമായിരുന്നു, കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്നു.